എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഹനുമാൻ ചാലിസയുടെ 5-ാമത്തെ ചൗപ്പായി ഒന്ന് പരിശോധിക്കാം. 5-ാമത്തെ ചൗപ്പായിൽ എന്താ പറയുന്നത്? ഹാദ് വജ്ര ഓർ ധ്വജ ബിരാജൈ കാന്തേ മുഞ്ച ജനേ ഉ സാജേ. ഇതാണ് ഈ 5-ാമത്തെ ചൗപ്പായി. ഈ 5-ാമത്തെ ചൗപ്പായിൽ ഹനുമാൻ്റെ ഒരു ബാഹ്യരൂപത്തിനെ മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു ആന്തരികമായിട്ടുള്ള ആത്മീയ ശക്തിയെക്കുറിച്ചും കൂടി പ്രതിനിധീകരിക്കുന്നുണ്ട്, പറഞ്ഞു പോരുന്നുണ്ട്. ഇതിൽ ഒരു കരുത്തിൻ്റെയും ഒരു അറിവിൻ്റെയും ഒരു സമ്മേളനമാണ് ഹനുമാൻ സ്വാമി എന്നാണ് ഈ ചൗപ്പായുടെ അർത്ഥം. എങ്ങനെയാണെന്ന് പറയാം. ചൗപ്പായിൽ എന്താ പറയുന്നത്? ഹാദ് വജ്ര ഓ ധ്വജ ബിരാജൈ. ഹാത്ത് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ വജ്ര. ഇവിടെ വജ്ര എന്ന് പറയുന്നത് ഗദയാണ്. ഓ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടാതെ ധ്വജ ബിരാജൈ. ധ്വജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടി, ബിരാജൈ എന്ന് പറഞ്ഞാൽ വിരാജിക്കുന്നു. കാന്തേ മുഞ്ച ജനേ ഉ സാജേ. കാന്തേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷോൾഡർ എന്നാണ് അർത്ഥം. മുഞ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഞ്ച പുല്ലാണ്. അതൊരു ഫ്ലെക്സിബിൾ ആയിട്ടുള്ള എന്നാൽ വളരെ ഹാർഡായിട്ടുള്ള പെട്ടെന്ന് പൊട്ടിപ്പോവാത്ത ഒരു പുല്ലാണ് മുഞ്ച. ജനേയു എന്ന് പറഞ്ഞാൽ യജ്ഞോപവീതം എന്നാണ് അർത്ഥം. അതായത് പൂണൂലെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞാൽ മനസ്സിലാകും. ജനേയു സാജേ, അതുകൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു, അതായത് അത് ധരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇതാണ് ഈ വരികളുടെ അർത്ഥം. ഇതെന്താ പ്രതിനിധീകരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ഗദയുണ്ട്, മറ്റൊരു കയ്യിൽ കൊടിയുണ്ട്. ഗദ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ നമ്മൾ പ്രധാനമായും കാണുന്നത് 3 ഹിന്ദു ഡയറ്റികളുടെ കയ്യിലാണ്, ദേവതകളുടെ കയ്യിലാണ് ഗദ കാണുന്നത്. ഒന്ന് വിഷ്ണുവിൻ്റെ കയ്യിൽ, മറ്റൊന്ന് ദുർഗയുടെ കയ്യിൽ, പിന്നെ ഒന്ന് കാണുന്ന ഹനുമാൻ്റെ കയ്യിൽ. ഇവർക്ക് 3 പേർക്കൊരു പ്രത്യേകതയുണ്ട്. വിഷ്ണു എന്ന് പറയുന്നത് സ്ഥിതികാരകനാണ്. നമുക്കറിയാം, എപ്പോഴൊക്കെ ധർമ്മത്തിന് ഗ്ലാനി ഉണ്ടാവുന്നു അപ്പോഴൊക്കെ വിഷ്ണു അവതരിക്കുന്നു എന്നാണ് പറയാറ്. അപ്പോൾ ഈ ഗദ എന്ന് പറയുന്നത് ധർമ്മ സംരക്ഷണത്തിൻ്റെ ഒരു പ്രതീകമാണ്. ദുർഗയുടെ പ്രത്യേകത അതുപോലെ തന്നെയാണ്. ദുർഗ എന്ന് പറഞ്ഞാൽ എന്താ? സാധകനെ അല്ലെങ്കിൽ ഭക്തനെ കോട്ട പോലെ, ദുർഗം പോലെ സംരക്ഷിക്കുന്നവളാണ് ദുർഗ എന്ന് പറയുന്നത്. അവിടെയും സംരക്ഷണത്തിനാണ് പ്രാധാന്യം. അതുകൊണ്ട് അവിടെയും നമുക്ക് ഗദ കാണാം. ഹനുമാൻ സ്വാമിയുടെ കാര്യത്തിൽ നമുക്ക് ഗദ കാണാം. കാരണം അവിടെയും സംരക്ഷണം തന്നെയാണ് നടക്കുന്നത്. എന്താണ് സംരക്ഷിക്കുന്നത്? ധർമ്മത്തെയാണ് സംരക്ഷിക്കുന്നത്. ഹനുമാൻ സ്വാമി യുദ്ധത്തിനൊന്നും കാര്യമായിട്ട് ഗദ ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശക്തമായ ആയുധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വാലാണ്. ലങ്കൂല വീരൻ എന്നാണ് അദ്ദേഹത്തിനെ പറയുന്നത്. അദ്ദേഹം ഈ രാമരാവണ യുദ്ധത്തിലേക്ക് കൂടുതൽ ഉപയോഗിച്ച അദ്ദേഹത്തിൻ്റെ വാലും അദ്ദേഹത്തിൻ്റെ ഈ കൈകളും പിന്നെ ഈ മരങ്ങളൊക്കെ പിഴുതെറിയുക അങ്ങനെയുള്ള ആയുധങ്ങളാണ് അദ്ദേഹം കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഗദയല്ല. ഗദ സത്യത്തിൽ പ്രതീകാത്മകമാണ്. ഈ പറയുന്ന വിഷ്ണുവിൻ്റെ കയ്യിലുള്ള ഗദയും പ്രതീകാത്മകമാണ്. അവിടെ സുദർശനം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷേ ഗദ ഉപയോഗിച്ചിട്ട് നമ്മൾ കണ്ടിട്ടില്ല. അതേപോലെ ദുർഗയുടെ കയ്യിലും ഈ ഗദയുണ്ട്. എന്നാൽ ഗദ എന്ന് പറയുന്നതോ വളരെ ഹെവി ആയിട്ടുള്ള ഒരു വെപ്പണം കൂടിയാണ്. സാധാരണക്കാർക്ക് അത് ഉയർത്താൻ പറ്റില്ല. അപ്പോൾ കരുത്തിനെയും കൂടി അത് സൂചിപ്പിക്കുന്നുണ്ട്. അത് അത്ര കരുത്തരായ ആളുകൾക്ക് മാത്രമേ ആ ഗദ ഉയർത്താനോ ഉപയോഗിക്കാനോ കഴിയുകയുള്ളൂ. അപ്പോൾ അവർ കരുത്തരാണ്, പക്ഷേ അവർ ധർമ്മസംരക്ഷണം നടത്തുന്നവരാണ്. അവരുടെ പ്രൈമറി ഫങ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷനാണ്. വിഷ്ണു സംരക്ഷണമാണ് കൂടുതലും ചെയ്യുന്നത്. സൃഷ്ടിയും സംഹാരവുമൊക്കെ മറ്റു പല ആളുകളുമാണ് ചെയ്യുന്നത്. വിഷ്ണു ചെയ്യുന്നത് സംരക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ദുർഗയും ഹനുമാനും ചെയ്യുന്നത് സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. ധർമ്മത്തിൻ്റെ സംരക്ഷണം, നമ്മുടെ സംരക്ഷണം. മറ്റൊരു കയ്യിൽ എന്താ കാണുന്നത്? മറ്റൊരു കയ്യിൽ കാണുന്നത് ധ്വജമാണ്, കൊടിയാണ്. കൊടി എന്തിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? നമുക്കറിയാം, ഈ നമ്മൾ മനുഷ്യൻ ചന്ദ്രനിൽ പോയാൽ അവിടെ കൊടി സ്ഥാപിക്കും. എവറസ്റ്റ് കീഴടക്കിയാൽ കൊടി സ്ഥാപിക്കും. ഒരു രാജ്യം കീഴടക്കിയാൽ കൊടി സ്ഥാപിക്കും. വിജയത്തിൻ്റെ ഒരു പ്രതീകമാണ് കൊടി എന്ന് പറയുന്നത്. ഒരു കൊടി ഒരു രാഷ്ട്രത്തെ റെപ്രസെൻറ്റ് ചെയ്യും, ചിലപ്പോൾ ഒരു ആശയത്തെ റെപ്രസെൻറ്റ് ചെയ്യും. ഇതിനെയൊക്കെ റെപ്രസെൻറ്റ് ചെയ്യാൻ കൊടി ഉപയോഗിക്കും. എല്ലാവർക്കും അവരുടേതായ കൊടികളുണ്ട്. അവരെ പ്രതിനിധീകരിക്കുന്നതാണ് ഈ കൊടി എന്ന് പറയുന്നത്. ഇവിടെ പ്രതിനിധീകരിക്കുന്നത് ധർമ്മത്തെയാണ്. ധർമ്മത്തിൻ്റെ വിജയത്തെ കാണിക്കാനാണ് ഹനുമാൻ്റെ കൊടി ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ രാമൻ്റെ വിജയം, അല്ലെങ്കിൽ ധർമ്മത്തിൻ്റെ വിജയം. അപ്പോൾ ആ വിജയത്തെ കാണിക്കാൻ വേണ്ടി ഇവിടെ കൊടി ഉപയോഗിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കയ്യിൽ ഗദയും മറ്റൊരു കയ്യിൽ കൊടിയും ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇവിടെ മുഴുവൻ ഒരു ക്ഷാത്ര ഗുണമുള്ള അല്ലെങ്കിൽ ഒരു സംരക്ഷകൻ്റെ റോളിലാണ് ഹനുമാനെ കാണിക്കുന്നത്. ഈ കൊടിക്കും ഈ ഗദയ്ക്കും മറ്റൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ. ഈ ഹനുമാൻ്റെ കയ്യിലുള്ള ഗദ വജ്രം എന്നാണല്ലോ പറയണേ. ഈ വജ്രായുധം ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് നമുക്കറിയാലോ. ദദീജിയുടെ നട്ടല് കൊണ്ടാണ് ഈ വജ്രായുധം ഉണ്ടാക്കുന്നത്. നട്ടലിന് മേരുദണ്ഡം എന്നും പറയും നമ്മൾ. അതുപോലെ തന്നെ ഈ ക്ഷേത്രങ്ങളിലെ ഉത്സവത്തോടനുബന്ധിച്ച് കൊടിയേറ്റ് എന്ന് പറഞ്ഞൊരു ചടങ്ങ് കണ്ടിട്ടുണ്ടാകും. അതിൽ ക്ഷേത്രത്തിലെ കൊടിമരത്തിൽ കൊടിയേറ്റുന്നതാണ്. അതായത് ദേവൻ്റെ മൂലാധാരത്തിൽ നിന്നും ആ കുണ്ടലിനി ശക്തി ഉണർന്ന് സഹസ്രാരത്തിൽ എത്തി നിൽക്കുകയാണ് എന്ന് പ്രതിനിധീകരിക്കാൻ വേണ്ടിയാണ് ആ കൊടിയേറ്റ് എന്ന് പറഞ്ഞ ചടങ്ങ് നടത്തുന്നത്. അപ്പോൾ അത്രയും ദിവസങ്ങൾ, ആ കൊടിയേറ്റ് നടത്തിയ ദിവസങ്ങളിൽ ദേവൻ പരിപൂർണമായ ചൈതന്യത്തിലും ആ സഹസ്രാരത്തിൽ കുണ്ടലിനി ശക്തി ഉണർന്ന് അവിടെ നിന്ന് അമൃതധാര ഒഴുക്കുന്ന അവസ്ഥയിലുമാണെന്നാണ് അർത്ഥം. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ആ ഒരു ക്ഷേത്രത്തിൻ്റെ പ്രിമൈസിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു ചൈതന്യം നമ്മളിലേക്കും പ്രവഹിക്കും. അതുകൊണ്ടാണ് അന്നത്തെ ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തണം ഉത്സവ സമയത്തെന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ രൂപം പ്രതിനിധീകരിക്കുന്ന എന്താ?
അദ്ദേഹത്തിൻ്റെ എറ്റേണലായിട്ട് എപ്പോഴും അദ്ദേഹത്തിൽ ഈ സഹസ്രാര പത്മത്തിൽ ഈ ചൈതന്യമുണ്ട്, അല്ലെങ്കിൽ കൊടിയുണ്ട്. ഈ കൊടിയും മേരുദണ്ഡം കൊണ്ട് പ്രതിനിധീകരിക്കുന്നത് അദ്ദേഹം നിത്യമായിട്ട് ആ സഹസ്രാരത്തിൽ കുണ്ടലിനി ശക്തി ഉണർന്നിരിക്കുന്ന അവസ്ഥയിലാണെന്നും കൂടി നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കണം. അപ്പോൾ അതാണ് അതിൻ്റെ അർത്ഥം. ഇനി രണ്ടാമത്തെ വരികളിലേക്ക് വന്നാലോ, ആദ്യത്തെ വരികളിൽ അദ്ദേഹത്തെ ഒരു ധർമ്മത്തിൻ്റെ ഒരു സംരക്ഷകനായിട്ട് കാണിച്ചു. രണ്ടാമത്തെ വരികളിൽ പക്ഷേ അദ്ദേഹത്തെ കാണിക്കുന്നത് ഒരു വളരെ സാത്വികനായിട്ടാണ്. അവിടെ കാണിക്കുന്നത് അദ്ദേഹം ഒരു യജ്ഞോപവീതം ധരിച്ചിരിക്കുന്ന ആളായിട്ടാണ്. കാന്തേ ഷോൾഡറിൽ മുഞ്ചപ്പുല്ല് കൊണ്ട് ജനേയു യജ്ഞോപവീതം സാജെ അലങ്കരിച്ചിരിക്കുന്നു, ധരിച്ചിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇവിടെ അദ്ദേഹം കാണിക്കുന്ന യജ്ഞോപവീതം ധരിക്കുന്നത് ഒരാൾ ഉപനയനം ചെയ്യുമ്പോഴാണ്. അതായത് അദ്ദേഹം ബ്രഹ്മചര്യത്തിൻ്റെ മാർഗ്ഗം സ്വീകരിക്കുമ്പോഴാണ് യജ്ഞോപവീതം ഇടുന്നത്. പിന്നെ അദ്ദേഹം എന്താ ചെയ്യുന്നത്, അദ്ദേഹം വേദം പഠിക്കുന്നു, ഉപനിഷത്തുകൾ പഠിക്കുന്നു, പൂർണ്ണമായിട്ടും ആത്മീയമായ മാർഗത്തിൽ പോകുമ്പോഴാണ് യജ്ഞോപവീതം ധരിക്കുന്നത്. ഇവിടെയും അത് തന്നെയാണ് കാണിക്കുന്നത്. അതായത് അദ്ദേഹം ആദ്യത്തെ വരികളിൽ അദ്ദേഹത്തിൻ്റെ ക്ഷാത്രഗുണത്തെ കാണിക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ചാണ്. ഹനുമാൻ സ്വാമി എന്ന് പറയുന്ന വേദാംഗ പാരംഗതനാണ്. അദ്ദേഹം നിത്യമായി വേദം അഭ്യസിച്ചുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അറിവിനെ കാണിക്കാൻ വേണ്ടിയാണ് ഈ ഒരു യജ്ഞോപവീതം ധരിച്ചിരിക്കുന്നു എന്ന് പറയുന്നത്. യജ്ഞോപവീതം 3 കോഡായിട്ടാണ്. അപ്പം അത് സാത്വികം, രാജസികവും താമസികമായ ഗുണങ്ങളെയും കൂടി അയാൾ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്നുണ്ട്. അതൊരു പ്യൂരിറ്റീനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ്. അതുമാത്രമല്ല, ഇതൊരു ഇൻസുലേറ്റിംഗ് കപ്പാസിറ്റി ഈ മുഞ്ചപ്പുല്ലിനുണ്ടെന്നാണ് പറയുന്നത്. താന്ത്രികമായ ക്രിയകൾ ചെയ്യുന്നവർക്ക് അറിയാം, മുഞ്ചപ്പുല്ലിൽ പ്യൂരിഫൈ ചെയ്യാനും ഇൻസുലേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ടത്രേ. അപ്പോൾ നമ്മളുടെ ഓജസ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി യജ്ഞോപവീതം, അതായത് ഈ മുഞ്ചപ്പുല്ലുകൊണ്ടുള്ള യജ്ഞോപവീതം സഹായിക്കും. അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഫിസിക്കൽ ഡിസയറുകളെ എർത്ത് ചെയ്യാനും ഈ മുഞ്ചപ്പുല്ല് കൊണ്ടുള്ള യജ്ഞോപവീതം സഹായിക്കും. ആദ്യത്തെ വരികളിൽ കൊടിയും ഗദയും വിരാജിക്കുന്നു എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു റോയൽ ഫീല് നമുക്ക് കാണാം. വിരാജിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ കൊടി പിടിച്ച് നിൽക്കുന്നത് പോലെയല്ല. ഇപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻസ് ഡേക്കോ അല്ലെങ്കിൽ ഓഗസ്റ്റ് 15-നോ ഒക്കെ ഈ ഇന്ത്യയുടെ ഫ്ലാഗ് റെഡ് ഫോർട്ടിലേക്ക് ഉയർത്തിയിരിക്കുന്നത് കാണണം. അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഒരു ഫീലാണ്. അത് ഇന്ത്യക്കാരനായിക്കോട്ടെ ഏത് രാജ്യക്കാരനും അവനവൻ്റെ ഫ്ലാഗ് ഉയർത്തുന്നത് കാണുമ്പോൾ അത് വിരാജിക്കുന്നത്, അത് ആകാശത്തിൽ ഇങ്ങനെ പറന്ന് നടക്കുന്നതേ, ഒരു മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും. നമ്മുടെ അകവും പുറവും ഒക്കെ വ്യാപിച്ചിരിക്കുന്നത് പോലെ തോന്നും. അതുപോലെ വിരാജിക്കുക എന്നാണ് പറയാറ്. അത് വിക്ടറീനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഈ ധ്വജം എന്ന് പറയുന്നത്. അതേസമയം രണ്ടാമത്തെ വരികളിൽ ഈ പൂണൂല് അലങ്കാരമായിട്ടാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്. അവിടെ വളരെ സൗമ്യതയെ കാണിക്കുന്നത്. ആദ്യത്തെ ഭാഗത്ത് വളരെ ഹാർഡായിട്ടുള്ള ഒരാളാണെങ്കിൽ രണ്ടാമത്തെ ഭാഗത്ത് കാണിക്കുന്ന വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരാളെയാണ്. അതായത് അദ്ദേഹം പുറമെ ഹാർഡും അകമേ സോഫ്റ്റുമാണെന്നാണ് ഈ 2 വരികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഹനുമാൻ്റെ ഗദ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ഉറച്ച മനസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ആ വജ്രമായ ഗദ. അദ്ദേഹത്തിൻ്റെ കൊടി എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യത്തെയാണ് സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ യജ്ഞോപവീതം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ആത്മീയമായ അറിവിനെയും ജ്ഞാനത്തെയുമാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് ഈ 5-ാമത്തെ വരിയുടെ അർത്ഥം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു.